പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗീയ ചിന്ത നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് പറഞ്ഞു തന്നതും ഒരു സ്വർഗം നമുക്കുണ്ട് എന്നും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിൾ വായിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏകദേശം അമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസത്തോളം ഇരുന്ന് അതിനുശേഷം ഭൂമിയിലേക്ക് വന്ന ആ കുഞ്ഞ് 90, 100, 110 വർഷം വരെയും ജീവിക്കുന്നു എങ്കിൽ ആ ജീവിതം കൊണ്ട് തീരുന്നതല്ല. ഇതിനപ്പുറം ഒരു നിശ്ചിതയിലേക്കുള്ള ഒരു വഴിയും കൂടെ ബൈബിള് നമ്മെ പഠിപ്പിക്കുക. സുവിശേഷവും സുവിശേഷത്തിലുള്ള സത്യവും നമ്മൾ തിരിച്ചറിയണം. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പൗലോസ് അത്രയും ജ്ഞാനവും അറിവും പ്രാപ്തിയുള്ള പൗലോസ് പറയുകയാണ്. കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ ഞാൻ ഉയർത്തുകയാണ്. കൊളോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണം, താഴെയുള്ളതല്ല. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല. ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിപ്പിൻ. അവിടെയും 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്തുവിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേൽക്കണം. അന്നേരം നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിനോട് കൂടെ എഴുന്നേറ്റോ? ക്രിസ്തുവിനോട് കൂടെ എഴുന്നേറ്റെങ്കിൽ നമ്മുടെ ചിന്ത ഈ ഭൂമിയിലുള്ള താൽക്കാലികമായി ഇന്നുള്ളതും നാളെ തീയിലെറിഞ്ഞു കളയുന്നതുമായ കാര്യങ്ങളിലേക്കല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഭൂമിയിലുള്ള നശിച്ചു പോകുന്ന കാര്യങ്ങളല്ല, സ്വർഗത്തിലുള്ള സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം തരുന്ന പുസ്തകമാണ് ബൈബിള്, പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത്, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പിൻ. ക്രിസ്തു എവിടെയായിരിക്കുന്നത്? സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ. ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ക്രിസ്തു പിതാവിന്റെ കാര്യങ്ങളെല്ലാം നമ്മോട് പറഞ്ഞ് ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെ കുറിച്ചെല്ലാം പഠിപ്പിച്ച് ക്രിസ്തു മരിച്ചുയർത്ത് പിതാവിന്റെ അടുക്കൽ പോയതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയില്ല എന്ന് യേശു പറഞ്ഞെങ്കിൽ ഈ പിതാവിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വഴിയായിട്ടും ജീവനുമായി സത്യമായിട്ടാണ് യേശു വന്നത്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം ഉയരത്തിലുള്ളത് അന്വേഷിക്കാനുള്ള സുവിശേഷമാണ്. നിന്റെ ഭൗതികമായ ചെറിയ കാര്യങ്ങൾ മാത്രം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല നിന്റെ ജീവിതത്തിൽ വേണ്ടത്. നിന്റെ പാപജീവിതവും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് ആത്മാവിൽ സന്തോഷിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കാനുള്ള ഒരു ജീവിതമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷമല്ല, നിത്യമായിട്ടുള്ള ആനന്ദമാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലെ ജീവിതം അല്പകാലത്തേക്കുള്ളെങ്കിലും അത് കഷ്ടങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉള്ളതാണെന്നാണ് യേശു പറഞ്ഞത്. യേശു പറയാണ്, ശിഷ്യന്മാരെ വിട്ടിട്ട് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്.
ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ വന്നാലുള്ള അവസ്ഥ. അതുപോലെയാണ് സുവിശേഷകരെ സുവിശേഷവുമായിട്ട് ഇന്ന് ഭൂമിയിൽ കർത്താവ് അയക്കുന്നത്. അവരെ അയക്കുമ്പോൾ ചില ചെന്നായ്ക്കൾ വന്ന് ഈ കുഞ്ഞാടിനെ ഉപദ്രവിക്കും. അവരെ പിടിച്ച് ജയിലറയിലിടും. അവരെ പിടിച്ച് കൊല്ലുവാൻ ഇടവരും. സുവിശേഷം അവരുടെ അകത്തുള്ളത് കൊണ്ട് അവർ ആ സുവിശേഷത്തെ പ്രതി തൻ്റെ ജീവൻ ക്രിസ്തുവിൻ സമർപ്പിക്കുക ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷമാണ് നമ്മുടെ അകത്തുള്ളത്. ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കാണിച്ചു കൊടുക്കണമെന്ന് ഗാന്ധിജിയല്ല പഠിപ്പിച്ചത്, യേശു ക്രിസ്തുവോ. നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മറ്റാരുമല്ല പഠിപ്പിച്ചത്, യേശുവാ പഠിപ്പിച്ചത്. നിങ്ങൾ തകർന്നു കിടക്കുന്നുവെങ്കിൽ മറ്റുള്ളവർ തകരാതിരിക്കേണ്ടതിന് നിങ്ങളുടെ തകർച്ചകളെ മാറ്റാൻ കഴിയുന്ന യേശു നിന്റെ കൂടെയുണ്ടെന്നും പഠിപ്പിച്ചവനാ യേശു. യേശുവിൽ ഇന്ന് വിശ്വസിക്കാമോ? ഈ സ്വർഗീയ ചിന്ത നമ്മുടെ അകത്ത് വെളിപ്പെടാൻ കഴിയുന്നുവെങ്കിൽ ഇന്ന് ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷ പ്രാപിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ രക്ഷയുടെ ദൂത്, ഈ വചനം, ഈ സ്വർഗീയ ചിന്ത ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വരണം. ഞങ്ങൾ ഈ വചനത്തിൽ ആഴ്ന്നു കടന്നു വരാൻ തക്കവണ്ണം നീ ഇടയാക്കണം. ഞങ്ങളെ നീ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.